എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു സ്ത്രീ വിഷയം പറയാനാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഈ പീരിയഡ്സ്, പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടുള്ള സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ പറയുമ്പോൾ അയ്യേ ഇതൊക്കെ ഒരു യൂഷ്വൽ ടോക്കല്ലേ, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്ന ഒരു ജനറേഷനൊക്കെ ഏകദേശം അവസാനിച്ചു. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. എനിക്ക് വയ്യാതൊന്ന് കിടക്കുന്നത് കണ്ടാലോ അല്ലെങ്കിൽ കുറച്ചധികം ദേഷ്യം വരെയൊക്കെ ചെയ്താൽ എന്താ അമ്മയ്ക്ക് പീരിയഡ്സ് ആയോ എന്ന് എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വരെ ചോദിക്കാറുണ്ട്. സോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നിടത്താണ് ഇതിന്റെയൊക്കെ ഒരു വിദ്യാഭ്യാസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ ഒരു കോമൺ കാര്യം ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇതൊക്കെ ഒരു കോമൺ കാര്യമാണ്, എല്ലാ സ്ത്രീകളെയും സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഇതൊന്നും എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെയല്ല. ഒന്ന് എണീറ്റ് നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ കഴിയാത്ത സ്ത്രീകളും പീരിയഡ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൂളായിട്ട് ജോലിക്കോ പഠനത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പുറത്തു പോകുന്ന സ്ത്രീകളും നമുക്ക് ചുറ്റുമുണ്ട്. സോ ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് ആദ്യം മനസ്സിലാവേണ്ട സത്യം. അല്ലാതെ ഒരാൾക്ക് അതെല്ലാം സഹിക്കാനുള്ള കഴിവുണ്ട്, വേറൊരാൾക്ക് ഇതൊന്നും സഹിക്കാനുള്ള കഴിവില്ല എന്നുള്ളതല്ല അതിന്റെ മാനദണ്ഡം. ഇതെല്ലാം കോമൺ ആയിരുന്നെങ്കിൽ എല്ലാ സ്ത്രീകളും ഈ 18 വയസ്സാകുമ്പോൾ വോട്ടവകാശം കിട്ടുന്നത് പോലെ ഏകദേശം ഒരേ ഏജിൽ തന്നെ പീരിയഡ്സിലേക്ക് കടക്കുമായിരുന്നല്ലോ. സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമാക്കണമെന്ന് വളരെ ഭംഗിയായിട്ട് ഇവിടെ ആഹ്വാനം ചെയ്യപ്പെടുന്നതും അതേസമയം ഒരു ഭാഗത്ത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അയ്യേ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ എന്ന് പറയുന്നവരുടെയും ഇടയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ഭാവിയിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ യൂഷ്വൽ ആണെന്നുള്ളത് അവരുടെ ഓരോ സ്റ്റെപ്പിലും പറഞ്ഞു കൊടുക്കുക. 5 വയസ്സോ 6 വയസ്സോ ആയ കുട്ടിയോട് ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് അമ്മമാർക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് വലുതാവുമ്പോൾ ആ പ്രോസസ്സ് ഇന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. അതവർക്ക് ഭാവിയിൽ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ വളരെ നല്ലൊരു ഗുണപാഠമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള പ്രസവ കേസുകളെ പറ്റിയിട്ട് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് വരെ വന്നിട്ടുള്ള കാലഘട്ടമാണ് ഇത്. ഒന്നും അതിൽ നെഗറ്റീവായിട്ട് കാണാനില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ അത്തരം ഈ ഒരു ഇമോഷൻസ് ഒക്കെ കണ്ടു വളരുന്ന നമ്മുടെ മക്കൾക്ക് പിന്നീട് അവരുടെ അമ്മമാരോടോ അല്ലെങ്കിൽ അവർ കാണുന്ന സ്ത്രീകളോടോ മോശമായിട്ട് പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ള പഠന രീതികൾ എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാരന്റിങ് ഒട്ടും ഈസി അല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്ന മാത്രം വിവരങ്ങളായിരുന്നു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ പാരന്റ്സിന് പോലും അറിയാത്ത വിവരങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിയെടുക്കുന്ന കാലഘട്ടമാകുമ്പോൾ അവർ മനസ്സിലാക്കുന്നതാണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണോ സത്യം എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ ശരിയായ രീതിയിലുള്ള ഒരു അവബോധം ഇക്കാര്യങ്ങളിലെല്ലാം സൃഷ്ടിച്ചെടുക്കുക. ചില്ലറ ഹോർമോണൽ വാരിയേഷൻസിലൂടെ ഒന്നുമല്ല ഒരു സ്ത്രീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ പീരിയഡ്സിന് മുൻപുള്ള അവസ്ഥയായാലും പീരിയഡ്സിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും അതിനുശേഷമുള്ള അവസ്ഥയാണെങ്കിലും പ്രഗ്നൻസി ആണെങ്കിലും പോസ്റ്റ്മോർട്ടം ആണെങ്കിലും മെനോപോസ് ആണെങ്കിലും എല്ലാ കാലഘട്ടത്തിലും അവർക്ക് അതിൻ്റെതായ സ്ട്രെസ്സും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അംഗീകരിക്കാൻ ശ്രമിക്കുക. താങ്ക്